മഴ മുന്നറിയിപ്പുകൾ കൂടി നമുക്ക് വിശദമായി നോക്കാം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 40 മുതൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. സുനിഷ അയ്യലൂർ ചേരുന്നു. സുനിഷ, മഴ ഏതൊക്കെ ജില്ലകളിലാണ് നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ടത്? ഇപ്പൊ നാളത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയായിരിക്കും? റോഷ്നി, നാളെയോടുകൂടി മഴയുടെ ശക്തി കുറയുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. പക്ഷേ മലയോര മേഖലകളിലും തീരമേഖലകളിലും എല്ലാം നേരത്തെ ഉള്ളതുപോലെ തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അലർട്ടുകൾ നൽകിയില്ലെങ്കിൽ പോലും അലർട്ടുകൾക്ക് സമാനമായ ജാഗ്രത അത് വിവിധ ഇടങ്ങളിൽ ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇന്നത്തെ ഒരു മുന്നറിയിപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ന് 7 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകൾക്ക്. പ്രധാനമായും വടക്കൻ കേരളത്തിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഒപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ഇങ്ങനെ 7 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. അതായത് ഇന്ന് എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ അതിശക്തമായ മഴ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. മഴ മാത്രമല്ല, റോഷ്നി സൂചിപ്പിച്ചതുപോലെ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യത അതാ ഇന്നും നാളെയും കരുതിയിരിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. അത്തരത്തിലുള്ള മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ അത് ഓരോ ജില്ലയ്ക്കും നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉയർന്ന ഈ കാറ്റ് വരുന്നൊരു പശ്ചാത്തലത്തിൽ മലയോര മേഖലയിൽ അതീവ ജാഗ്രത വേണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ തീരദേശ മേഖലയിലും ജാഗ്രത വേണമെന്നുള്ളതാണ്. നദികളിലെ ജലനിരപ്പ് ഇപ്പോഴും താഴ്ന്ന നിലയിലല്ല. ഈ മീനച്ചിലായാലും അച്ചൻകോവിലാറിലായാലും ഒക്കെ ഈ യെല്ലോ അലർട്ടിന് സമാനമായ രീതിയിൽ തന്നെ ജലനിരപ്പുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ കല്ലാർകുട്ടി ഉൾപ്പെടെയുള്ള 3 അണക്കെട്ടുകളിൽ ഇപ്പോഴും റെഡ് അലർട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മധ്യ കേരളത്തിൽ ചിലയിടങ്ങളിലെങ്കിലും ആലപ്പുഴ പോലുള്ള, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ഇടങ്ങളിൽ അതിശക്തമായ മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴ അത് എല്ലാ ജില്ലകളിലും ഉണ്ടാകും. വരുന്ന ദിവസങ്ങളിൽ മഴ കുറയുമെന്നുള്ളത് തന്നെയാണ്. നാളെ 4 ജില്ലകൾക്ക് മാത്രമാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. അത് കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകൾക്കാണ്. മറ്റ് ജില്ലകൾക്കൊന്നും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഒറ്റപ്പെട്ട മഴ അത് മറ്റ് ജില്ലകളിൽ കൂടി പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വരും ദിവസങ്ങളിലും വടക്കൻ കേരളത്തിൽ തന്നെയാണ് ഒറ്റപ്പെട്ട മഴ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ ഏതായാലും എല്ലാ ജില്ലകളിലും മഴ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പ്രധാനമായും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ കൂടി പ്രതീക്ഷിക്കേണ്ടതുണ്ട്. റോഷ്നി, ശരി. സുനിഷ അയ്യലൂരാണ് സംസ്ഥാനത്തെ മഴ വിവരങ്ങളുമായി ബന്ധപ്പെട്ട